വിരുദ്ധാഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് ഭക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ തൈരും ചിക്കനും പാടില്ല, മീനും മോരും പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുതയുണ്ട്. ഈ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കൊല്ലുന്ന ഒരു സസ്യമല്ല. അത് പതിയെ പതിയെ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നൊരു സാധനമാണ് വിരുദ്ധാഹാരങ്ങൾ. സ്ഥിരമായിട്ടുള്ള അതിൻ്റെ ഉപയോഗം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അതിനെ ഉണ്ടാക്കുകയും നമ്മളെ വേറൊരു ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുക. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത്. അതാണ് മരുന്നായിട്ടുള്ളത്. ആൻറ്റി ഓക്സിഡൻസ് മരുന്നാണ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോക്സിൻസ് ആണ്. ഇത് ഉണ്ടാകുന്നതിനുള്ള കാരണം വിരുദ്ധാഹാരങ്ങളാണ്. നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ വിരുദ്ധാഹാരം ഇല്ലാത്ത ഒരു കാര്യമില്ല. ഒരു ദിവസം തൈരും ചിക്കനും കഴിച്ചാൽ ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ മീനും മോരും കഴിച്ചാൽ ഒന്നും പറ്റില്ല, പാലും മീനും കഴിച്ചാൽ ഒന്നും പറ്റില്ല ഒരു ദിവസം കൊണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു പൊരിച്ച മീനും ഒരല്പം പാലും കഴിച്ചു നോക്കി അറിയാം, വയറ്റിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആക്ഷനാണ്. ഈ കെമിസ്ട്രിയിൽ നമുക്ക് ചെറിയ ആസിഡ് ഉണ്ടാക്കാം, സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും പോലെ വലിയ ആസിഡുകളും ഉണ്ടാക്കാം. അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഇരിക്കും. നമ്മൾ ഈ വിരുദ്ധാഹാരങ്ങളും അതുപോലെ തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും, അതുപോലെ വലിയ വലിയ കാര്യങ്ങളുണ്ടാവും. ചില ആളുകളിൽ അലർജിക്കായിട്ടുള്ള സെൻസേഷൻ ഉള്ളവർ ഈ ചെമ്മീനും അതുപോലെ തന്നെ നാരങ്ങയും ഒരുമിച്ച് കഴിച്ചാൽ മരിച്ചു പോകുന്ന കണ്ടീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവരുടെ ബോഡിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ടോക്സിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ മരിച്ചുപോയി. എല്ലാവരും മരിച്ചു പോകണമെന്നല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ പോയിസൺ. അതുകൊണ്ട് നിവൃത്തിയുള്ള വിരുദ്ധാഹാരങ്ങളെന്ന് പറഞ്ഞ് ക്രമീകരിച്ച സാധനങ്ങളെ കഴിക്കാതിരിക്കുന്നതാണ് നമ്മളുടെ ലോങ് ഡ്യൂറേഷൻ നമ്മുടെ ഹെൽത്തിന് നല്ലത്.